സൈക്കോ അനാലിറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയും കൺസെപ്റ്റ്സും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾ ഗസ്റ്റവ് ജങ്ങിനെ കുറിച്ചിട്ടാണ്. കാൾ ഗസ്റ്റവ് ജങ് ഈസ് എ മാച്ചർ നെയിം ഇൻ സൈക്കോ അനാലിസിസ് ആൻഡ് സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം. ദിസ് സ്വിസ് സൈക്കോ അനലിസ്റ്റ് ഈസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് അനാലിറ്റിക്കൽ സൈക്കോളജി. അപ്പോൾ അനാലിറ്റിക്കൽ സൈക്കോളജി ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്വിസ്, അതായത് സ്വിറ്റ്സർലാൻഡിൽ നിന്നിട്ടുള്ള സൈക്കോ അനലിസ്റ്റ് ആയിട്ടുള്ള ജങ് ആണ് അനാലിറ്റിക്കൽ സൈക്കോളജി കണ്ടുപിടിച്ചിട്ടുള്ളത്. ജങ് മോഡിഫൈഡ് ദ ഫ്രൂയിഡിയൻ മോഡൽ ഓഫ് ദി അൺകോൺഷ്യസ് വിത്ത് 2 വേരിയേഷൻസ്. അപ്പോൾ ഇദ്ദേഹം ഫ്രൂയിഡ് കൊണ്ടുവന്നിട്ടുള്ള മോഡലിനെ 2 വേരിയേഷൻസ് വരുത്തിക്കൊണ്ട്, 2 മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്. പേഴ്സണൽ അൺകോൺഷ്യസ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ്. അപ്പോൾ ഇദ്ദേഹം വരുത്തിയിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പേഴ്സണൽ അൺകോൺഷ്യസും കളക്റ്റീവ് അൺകോൺഷ്യസും കൊണ്ടുവരാണ്. 2 തരത്തിലുള്ള ഉപബോധ മനസ്സുകൾ, പേഴ്സണലും കളക്റ്റീവും. ദി കളക്റ്റീവ് അൺകോൺഷ്യസ് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ലിറ്റററി സ്റ്റഡീസ് ആസ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി അൺകോൺഷ്യസ് ദാറ്റ് ഈസ് കോമൺ ടു ഓൾ ഹ്യൂമൻ ഇറസ്പെക്റ്റീവ് ഓഫ് പേഴ്സണൽ ഓർ കൾച്ചറൽ ഡിഫറൻസസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ്. കാരണം എന്താ വെച്ചാൽ ലിറ്റററി വർക്കിൽ കോമൺ ആയിട്ട് വരുന്നത്, ഇതൊരു പേഴ്സണെ, ഒരു വ്യക്തിയെ ആധാരമാക്കിയിട്ടല്ല കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വരുന്നത്. ഒരാളുടെ കൾച്ചറൽ ഡിഫറൻസസ് ഒന്നും കളക്റ്റീവ് അൺകോൺഷ്യസിനെ ബാധിക്കുന്ന കാര്യമല്ല. അതായത് ഏത് നാഷണാലിറ്റിയുള്ള ആളാണെങ്കിലും ഏത് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് കോമൺ ആയിട്ടല്ല ഹ്യൂമൻ ബീങ്സിലും കാണുന്നതാണ്. It is the objective psyche which is different from the personal or subjective psyche. ഇതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സൈക്കാണ്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ മനസ്സാണ്. ഇത് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള മനസ്സിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. അതായത് വ്യക്തികൾക്ക് ഇതിൽ വലിയ പ്രാധാന്യമല്ല ഈ കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഈ സൈക്കിക്ക്. According to Jung, the collective unconscious is a vast pattern of thinking common to humanity. ജങ്ങിൻ്റെ അഭിപ്രായ പ്രകാരം ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ വിസ്താരം കൂടിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചിന്താശേഷിയാണ്. അതിൽ എല്ലാം ഉൾപ്പെടും. എല്ലാ ഹ്യൂമൻ ബീയിങ്സിനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കോമൺ ചിന്തകൾ, എക്സ്പോസർ ഓഫ് ആർക്കിടൈപ്പൽ ഓർ യൂണിവേഴ്സൽ സൈൻസ് സിമ്പിൾസ് ഓർ പാറ്റേൺ ഓഫ് തിങ്കിങ് കോമൺ ടു ഹ്യൂമാനിറ്റി. മനുഷ്യവർഗത്തിന് സാധാരണഗതിയിൽ കാണുന്ന അടിസ്ഥാനപരമായിട്ട്, ആർക്കിടൈപ്സ് മീൻസ് മൂലരൂപം, അടിസ്ഥാനപരമായിട്ട് കാണുന്ന യൂണിവേഴ്സൽ സയൻസ് ഉണ്ട് അല്ലേ. നന്നായി ഒന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഗതപ്പ് വരാറുണ്ട് മനുഷ്യന്മാർക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ്? യൂണിവേഴ്സൽ സയൻസ് ആണ്. സിമ്പിൾസ് ഉണ്ട്, അതുപോലെ പാറ്റേൺസ് ഉണ്ട് ഓഫ് തിങ്കിങ് common to humanity. He uses the collective unconscious to explain phobias, taboos, dreams and symbols in dreams. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള ഫോബിയാസ്, അതായത് പേടികളുണ്ട്, അതേപോലെ വിലക്കുകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇദ്ദേഹം ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തിടെ ഞാൻ ഒരു കൊറിയൻ ഡ്രാമ കണ്ടിരുന്നു. അതിലത്തെ നായിക പാമ്പിനെ കണ്ടിട്ട് വല്ലാതെ പേടിച്ച് ബോധം കെട്ട് വീണ്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള എനിക്കും ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവമാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫോബിയാസ് എല്ലാ ആളുകൾക്കും ഉണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് ഹിസ് പോസ്റ്റുലേഷൻസ് റിഗാർഡിംഗ് ആർക്കിടൈപ്സ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബേസിക് ഐഡിയാസൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്? ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നു മൂലരൂപം അല്ലേ. ആ അടിസ്ഥാനപരമായിട്ടുള്ള രൂപത്തെ ആധാരമാക്കിയിട്ട് തന്നെയാണ് അത് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ജാക്വസ് ലാക്കനെ കുറിച്ചിട്ടാണ്. Jacques Lacan, also known as the French Freud, is another important figure in the field with his famous principle of mirror stage. അപ്പോൾ ജാക്വസ് ലേക്കനെ അറിയപ്പെടുന്നത് ഫ്രഞ്ച് ഫ്രൂയിഡ് എന്നുള്ള ആ ഒരു പേരിലാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൺസെപ്റ്റിൽ വരുന്ന എന്താ വെച്ചാൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഗോ, ഒരാളുടെ ഈഗോസ് എങ്ങനെയൊക്കെയാണ് വളർന്നു വരുന്നത് എന്നതാണ് മിറർ സ്റ്റേജിൽ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. രജിസ്ട്രേറ്ററി തിയറി വരുന്നുണ്ട്. രജിസ്ട്രേറ്ററി തിയറിയിൽ തിയറി ഓഫ് ദി 3 രജിസ്ട്രേഴ്സ് ഓഫ് ദി ഇമാജിനറി, symbolic and the real and their interrelationship at different stages of child's development. ഇതിൽ രജിസ്ട്രേറ്റ് തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ 3 തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇമാജിനറി, സിമ്പിൾ ആൻഡ് ദ റിയൽ. പിന്നെ ഈ 3ഉം കൂടിയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, ഇത് ഇൻ്റർ റിലേഷൻഷിപ്പ്. ആ ബന്ധത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് ഈ 3 രജിസ്റ്റർ കുട്ടിയുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആവുന്നതെന്നത് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഓ, ഒരു ബിഗ് ഓ കണ്ടില്ലേ, അതർനെസ്. ആ ഓ എന്തിനാണ് കാണിക്കുന്നത്? അതർനെസ്. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ റിയൽ ആൻഡ് ഇല്ലൂഷറി അതേഴ്സ്. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിയൽ അതർ ഉണ്ടാവും. അതർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവും. ആ ധാരണക്കപ്പുറം ഒരു റിയാലിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് നമുക്കിവിടെ ഈ അതറിനോട് കൂടെ പറയാനുള്ളത്. ഹി ട്രൈ ടു കണക്ട് സൈക്കോ അനാലിസിസ് വിത്ത് സ്ട്രക്ചറലിസം ബൈ ആർഗ്യൂയിങ് ദാറ്റ് ദ അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ്. അപ്പോൾ ഇദ്ദേഹം പിന്നീട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സ്ട്രക്ചറലിസം പോലെ തന്നെയാണ്. അതിന് ഇദ്ദേഹം ആർഗ്യൂ ചെയ്തത് എന്താ വെച്ചാൽ അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ്. അൺകോൺഷ്യസ്, അതായത് മനുഷ്യൻ്റെ ഉപബോധ മനസ്സ് എന്നുള്ളത് ഒരു ഭാഷ പോലെ അടക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു ഭാഷയ്ക്കൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഒരു കുട്ടി ആദ്യം പറയാൻ തുടങ്ങുക എന്താണ്? സൗണ്ട്സുകളാണ് അല്ലേ. ബാ, വാ, ച, പാപ്പ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സൗണ്ട്സുകളാണ് പറയുക. പിന്നെ വേർഡ്സുകൾ പറയും. പിന്നീടാണത് കണക്ട് ചെയ്തിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാവുക. പിന്നീടാണത് ഗ്രാമാറ്റിക്കലി കളക്ട് ആവാനൊക്കെ തുടങ്ങുക. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ അൺകോൺഷ്യസിനും ഉണ്ടെന്നാണ് ഇദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. At another level of analogy, he says that the concepts of condensation and displacement employed by Freud in the interpretation of dreams are similar to the concept of metonymy and metaphor, originally conceived by Roman ജാക്കബ്സൺ. അപ്പോൾ പിന്നീട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കണ്ടൻസേഷനും ഡിസ്പ്ലേസ്മെൻറ്റും പോലത്തെ സംഭവങ്ങളൊക്കെ ഫ്രൂയിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാ വെച്ചാൽ സ്വപ്ന വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജാക്കസ് ലാക്കൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ കൺസെപ്റ്റൊക്കെ ഏകദേശം മെറ്റോണമി എന്ന് പറഞ്ഞാൽ അറിയാലോ, കിരീടം ചെങ്കോലൊക്കെ രാജാവിനുള്ളതാണ്, അരിവാൾ ചുറ്റിക പോലത്തെ കതിർ അല്ലേ, അതൊക്കെ പാവങ്ങളുടെ സിംബലൈസ് ചെയ്യണതാണെന്നൊക്കെ പറയാറുണ്ട്. ചില ഒബ്ജക്റ്റ് വെച്ചിട്ട് ചില സംഭവങ്ങൾ വ്യാഖ്യാനിക്കുക. അപ്പോൾ കിരീടം ചെങ്കോൽ കാണുമ്പോൾ തന്നെ അത് പവർ, അതോറിറ്റി പോലെയുള്ള കൺസെപ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ സംഭവമാണ് മെറ്റോണമി എന്ന് പറഞ്ഞാൽ. മെറ്റഫർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇതെന്ന് പറയണത്, അല്ല നീ പുലിയാണെന്ന് പറയുന്നത് എന്താണ്? മെറ്റഫറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് പോലെ തന്നെയാണ് ഫ്രൂയിഡ് പറഞ്ഞിട്ടുള്ള കണ്ടൻസേഷനും ഡിസ്പ്ലേസ്മെൻറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജാക്കബ്സ് ലാക്കൻസ് ഫേമസ് പ്രിൻസിപ്പിൾ ഓഫ് മിറർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഗോ, അതിൽ വരുന്ന 3 രജിസ്റ്റർ തിയറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇമാജിനറി, സിംബോളിക്, റിയൽ അല്ലേ. പിന്നെന്താണ് അത് 3 തമ്മിൽ ഇൻ്റർ റിലേഷൻഷിപ്പ്. ഇനി ലാക്കൻ സ്റ്റഡി ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കോൺഷ്യസ്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ലെഡ് ഹിം ടു ദ കൺസെപ്റ്റ് ഓഫ് മിറർ സ്റ്റേജ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് മിറർ സ്റ്റേജിനെ കുറിച്ചിട്ടാണ്. ലാക്കൻസ് പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ബോധ മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അവരുടെ ഉള്ളിൽ കൺസെപ്റ്റ് ഓഫ് മിറർ സ്റ്റേജ് എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ചൈൽഡ് അപ്രോക്സിമേറ്റ്ലി 6 to 18 months old begins to recognize and to be fascinated by his or her ഓൺ റിഫ്ലക്ഷൻ ഇൻ എ മിറർ. അതായത് 6 മാസം തൊട്ടിട്ട് 18 മാസം വരെയുള്ള കുട്ടികൾ കണ്ണാടി കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അവരുടെ രൂപം തിരിച്ചറിയാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് കണ്ണാടി കൊടുക്കരുതെന്ന്. ഈ മിറർ കൺസെപ്റ്റായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 തൊട്ടിട്ട് 18 മാസം ആവുന്ന കുട്ടികൾ സ്വന്തം ഇമേജസ് മിററിൽ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇറ്റ് ഈസ് എ സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി മൈൻഡ്. ഈ ഒരു സ്റ്റേജിലാണ് മനസ്സിൻ്റെ
വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ചൈൽഡ് സീസ് ഹിസ് ഓർ ഹർ ബോഡി ആസ് എക്സ്റ്റേണൽ ടു ഹിം ഓർ ഹർ സെൽഫ്. ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ തൻ്റെ ശരീരത്തെ പുറമേയുള്ള എന്തോ ഒരു വസ്തു പോലെയായിട്ടാണ് കാണുന്നത്. ലാക്കൻ ഹോൾഡ്സ് ദാറ്റ് ദിസ് ഇസ് എ മാറ്റർ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഈഗോ ഓഫ് ദി ചൈൽഡ്. അപ്പോൾ ഈ ഒരു വളർച്ചയുടെ ഈ ഒരു ഘട്ടം, ഈ ഇമേജസിനെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണുന്ന ആ ഒരു സമയത്താണ് കുട്ടികളുടെ ഈഗോ ഡെവലപ്പ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ സം റിഫ്ലക്ഷൻസ് ഓൺ ദ ഈഗോ, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായിട്ടുള്ള സം റിഫ്ലക്ഷൻസ് ഓൺ ദ ഈഗോ 1953 അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദ മിറർ സ്റ്റേജ് ഇസ് എ ഫിനോമിന ടു വിച്ച് ഐ അസൈൻ എ ടു ഫോൾഡ് വാല്യൂ. അപ്പോൾ ഇദ്ദേഹം പറയണത് എന്താ വെച്ചാൽ, മിറർ സ്റ്റേജിൽ ഇദ്ദേഹം ടു ഫോൾഡ് വാല്യൂ, രണ്ട് തരത്തിലുള്ള മൂല്യങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. In the first place, it has a historical value as it marks a decisive turning point in the mental development of the child. ഈ ഒരു വളർച്ചയുടെ ഈ ഘട്ടത്തിൽ ഒരു ഡിസിസീവ്, ഒരു വഞ്ചിക്കപ്പെടുന്ന പോലത്തെ ടേണിംഗ് പോയിന്റ് കുട്ടികളുടെ മാനസിക വികാസത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഇൻ ദ സെക്കൻഡ് പ്ലേസ് ഈസ് ടിപ്പിഫൈഡ് ആൻഡ് എസെൻഷ്യൽ ലിബിഡിനൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ബോഡി ഇമേജ്. ഈ ഒരു സമയത്ത് കുട്ടിക്ക് സ്വന്തം ഇമേജ് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. എല്ലാവർക്കും ഉണ്ടാവില്ലേ, സ്വന്തം കണ്ണാടിയല്ല, ഏതെങ്കിലും കണ്ണാടിയിൽ സ്വന്തം രൂപം ആസ്വദിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ സൗന്ദര്യം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആസ്വദിക്കാറില്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കും. എല്ലാവരും സ്വന്തം രൂപത്തെ ആരാധിക്കുന്നുണ്ട്, ആ രൂപം എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. Recognizing one's own mirror image is the first stage in the formation of an individual being's ego. അപ്പോൾ സ്വന്തം രൂപം കണ്ണാടിയിൽ കണ്ട് അത് ഞാനാണെന്ന് മനസ്സിലാവുക എന്നതാണ് ഒരാളുടെ ഈഗോ സ്റ്റേജിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ദിസ് പീരിയഡ് ഈസ് പ്രീ ലിംഗ്വിസ്റ്റിക്. അപ്പോൾ ഈ ഒരു സമയം, മിറർ സ്റ്റേജിൻ്റെ ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രീ ലിംഗ്വിസ്റ്റിക് ടൈമാണ്. അതായത് ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപുള്ള സമയമാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. ദിസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഐഡിയൽ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ഫോർമേഷൻ ഓഫ് ഈഗോ. ഈ സമയത്ത് ഐഡിയൽ ഞാൻ എന്ന ആ ഒരു വ്യക്തിയെ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ഫോർമേഷൻ ഓഫ് ഈഗോ. ദ മിറർ ഇമേജ് ഈസ് ലാർജ്ലി ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് ഇൻകംപ്ലീറ്റഡ് because according to Lacan, the child can perceive its body but cannot coordinate its movements. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു അറിവ്, ഇത് ഞാനാണ് എന്നൊരു അറിവ് കുട്ടിക്ക് ഉണ്ടാവുമെങ്കിലും ആ അറിവ് എന്താണ്, മിറർ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം തുണ്ടാക്കിയ പോലത്തെ ഒരു ഫീലാണ്, കഷ്ണമാക്കിയിട്ടുള്ള ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറിവാണ്. ബിക്കോസ് അക്കോർഡിംഗ് ടു ലാക്കൻ ദ ചൈൽഡ് ക്യാൻ പെർസീവ് ഇറ്റ്സ് ബോഡി, കുട്ടിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ശരീരമാണെന്നുള്ള സത്യം. പക്ഷേ ബട്ട് കന്നോട്ട് കോർഡിനേറ്റ് ഇറ്റ്സ് മൂവ്മെൻറ്റ്സ്, പക്ഷെ ഞാൻ കൈ അനക്കുമ്പോഴാണ് അതിലത്തെ മൂവ്മെൻറ്റ്സ് വരുന്നത് എന്ന് അറിയാനുള്ള ബുദ്ധിയൊന്നും കുട്ടിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്തുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. The ego developed as a result of a perception cannot distinguish itself from other objects. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ഈഗോ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സ്വന്തം രൂപത്തെ മറ്റ് വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ലാക്കൻ കോൾസ് ദിസ് ആസ് ദ സ്റ്റേജ് ഓഫ് മിസ് റെക്കഗ്നിഷൻ. അതുകൊണ്ട് തന്നെ ലാക്കൻ ഇതിനെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മിസ് റെക്കഗ്നിഷൻ്റെ ഒരു സമയമാണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു സ്റ്റേജിനെ പറയുന്നത്. ലാക്കൻ ബിൽഡ്സ് ദിസ് തിയറി that the ego is of an objective nature rather than subjective on his hypothesis that the children turn themselves objects as they view their body outside themselves. അപ്പോൾ ഈ ഒരു സമയത്ത് ലാക്കൻ പറയുന്നത് എന്താ വെച്ചാൽ, കുട്ടികളുടെ അറിവ് കംപ്ലീറ്റ് അല്ല, കുട്ടിക്ക് താൻ ഒരു സബ്ജക്റ്റായിട്ട് തോന്നുന്നില്ല, ഒരു ഒബ്ജക്റ്റായിട്ടേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടി എന്ത് ചെയ്യണം, ഒരു സാധാ വസ്തുക്കളൊക്കെ നോക്കി കാണുന്ന പോലെ, ഒരു ടി വി കാണുന്ന പോലെ, ഒരു അൽമാറ, ഒരു ഷെൽഫ് അല്ലെങ്കിൽ ഒരു ചെടി, അങ്ങനെ വസ്തുക്കളൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ആ ഒരു മിറർ ഇമാജിനിങ് കുട്ടി കാണുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ദ തിയറി ഓഫ് രജിസ്റ്റേഴ്സ് ഫ്രം ദ കോർ ഓഫ് ലാക്കാനിയൻ സൈക്കോ അനാലിസിസ്. അപ്പോൾ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1950-ലാണ്. അപ്പോൾ 3 രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഏതൊക്കെയായിരുന്നു, ഇമാജിനറി, സിമ്പിൾസ് ആൻഡ് ദ റിയൽ.
3 stages of development of human psyche അല്ലേ? The ego developed in the mirror stage is defective or inadequate in the sense that it cannot differentiate itself from other object and also because it is fragmented and incomplete. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അറിവ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട്, അത് ഫ്രാഗ്മെൻ്റ് ആണ്, അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കുകയാണ്, അതിനൊരു കംപ്ലീറ്റ് രൂപം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അറിവ് എന്ന് പറഞ്ഞാൽ ഇന്നാഡിക്കേറ്റ് ആണ്. ആ കുട്ടിയുടെ ആ ഒരു സമയത്തുള്ള സെൻസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത എത്തിയിട്ടില്ല, ഇനാഡിക്വേറ്റ് ആണ്. സിൻസ് ഇറ്റ് ഈസ് മാർക്ക്ഡ് വിത്ത് ഫാൻറ്റസി ഓർ ഫിക്ഷൻ, ദിസ് ഫസ്റ്റ് ഓർഡർ ഇൻ അവർ സൈക്കി ഇസ് കോൾഡ് ദ ഇമാജിനറി. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫാൻറ്റസി പോലെ, കുട്ടി കണ്ണാടി നോക്കിയിട്ട് കണ്ണാടിയും ഇങ്ങനെ അടിച്ച് കളിക്കുകയും ചിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഫാൻറ്റസി പോലെ അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ പോലെയുള്ളൂ. ഈ ഒരു സമയത്തുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഇമാജിനറി എന്ന് പറയാൻ പറ്റുള്ളൂ. ദ സിംബോളിക് ഓർഡർ ഈസ് വെൻ ദ ചൈൽഡ് enters the realm of language, it begins to understand the rules and convention of the language as well as the society. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് പ്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റേജിലാണ് ഈ ഇമാജിനറി എന്നുള്ള സംഭവം വരിക. ഒരു വസ്തുവിനെ കാണുന്ന പോലെ സ്വന്തം ഇമാജിനെ കാണുക എന്നുള്ളത് അത് ഇമാജിനറി എന്നുള്ള സ്റ്റേജിലാണ്. ഇനി സിംബോളിക് ഓർഡറിൽ എന്ന് പറഞ്ഞാൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഉണ്ടാവുന്നത്. ദി സിംബോളിക് ഓർഡർ ഇസ് വെൻ the child enters the realm of language. കുട്ടി സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം കുട്ടിക്ക് മനസ്സിലാവുന്നു the rules and convention of the language as well as the society. ഒരു സംസാരിക്കുന്ന രീതി അല്ലേ, ആളുകളോട് എങ്ങനെയാണ് സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടത്, അതുപോലെ സൊസൈറ്റി സമൂഹം എന്താണെന്നുള്ളതൊക്കെ ബോധം വരുന്നത് ഏത് സ്റ്റേജിലാണ്? സിംബോളിക് ഓർഡറിൽ എത്തിയിട്ടുള്ള ഒരു കുട്ടിക്കാണ്. ഇൻ ദിസ് സെൻസ് ഇറ്റ് ഈസ് ഓൾസോ ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സൂപ്പർ ഈഗോ. ഈ ഒരു സമയത്താണ് കുട്ടിക്ക് സൂപ്പർ ഈഗോ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. ഇത് ഫ്രോയിഡിൻ്റെയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്നുള്ള കൺസെപ്റ്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെ സൂപ്പർ ഈഗോ എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? സിംബോളിക് ഓർഡറിൽ എത്തുമ്പോഴാണ്. ആ കുട്ടി സംസാരമൊക്കെ തുടങ്ങി ഏകദേശം സമൂഹത്തിൻ്റെ നിലപാടനുസരിച്ച് തൻ്റെ നിലപാട് മാറ്റുന്ന ഒരു സമയം. ദി സിംബോളിക് ഓർഡർ, ദ വേൾഡ് ഓഫ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ മേക്സ് ദ വേൾഡ് ഓഫ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ മേക്സ് ദ ഓർഡർ സിംബോളിക്. അപ്പോൾ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ, സംസാരത്തിലൂടെയാണ് സിംബോളിക് ഓർഡർ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് and accepts the real other, big O, as distinguished from the illusory others designated with a small o, which ego perceives in the mirror stage. It also corresponds with the development of the Oedipal complex. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു ബിഗ് ഓനെ കുട്ടി കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ബിഗ് ഓ എന്ന് പറഞ്ഞത് റിയൽ അതർ അല്ലേ. അതേ സ്ഥാനത്ത് ആ സ്മോൾ ഓ എന്നുള്ള ആ ഒരു മിറർ സ്റ്റേജിൽ അഥവാ ഇമാജിനറി സ്റ്റേജിലുണ്ടായിരുന്ന ആ ഒരു ഓനെ കുട്ടി വേർതിരിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. അത് റിയൽ അല്ല, ഇപ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നത്. ഈ ഒരു സമയത്താണ് ഇഡിപ്പൽ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഇഡിപ്പൽ കോംപ്ലക്സ് നമ്മൾ ഫ്രൂയിഡിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇഡിപ്പൽ കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ രൂപം കൊള്ളുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ഓനെ കുട്ടി മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ്. ബിഗ് ഓനെ സ്മോൾ ഓന്ന് നിന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പഠിക്കുമ്പോൾ. ദിസ് റിയാലിറ്റി ഈസ് ആൻ ഓർഡർ ദാറ്റ് വി ക്യാൻ നെവർ ഫുള്ളി എക്സ്പീരിയൻസ്. നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് രജിസ്റ്ററിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഏതായിരുന്നു ലാസ്റ്റ് രജിസ്റ്റർ? റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് മുഴുവനായിട്ട് അനുഭവിച്ചവർ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് മുഴുവനായിട്ട് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ എ ക്ലോസ്നെസ് ടു നാച്ചർ ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് നീഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുക എന്നതും ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ബട്ട് ബൈ എൻറ്ററിങ് ഇൻ ടു എ പാക്ട് വിത്ത് ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി, ഹ്യൂമൻസ് ക്യാൻ നെവർ സാറ്റിസ്ഫൈ ദെയർ മോഡിയൽ അർജ് ഫോർ പ്ലഷർ. ഈ ഒരു റിയാലിറ്റിക്ക് എത്തുന്ന സമയത്ത് ആളുകൾക്ക് പ്ലഷർ, സുഖസൗകര്യങ്ങളിൽ ഉന്മാദനാവുന്ന ഒരു സമയം അല്ലേ. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും തൃപ്തി കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഓരോരുത്തർ കഞ്ചാവ് അടിക്കുന്നതും ഞാൻ
ഞാൻ എടുത്തിട്ടുള്ളൊരു പാഠമുണ്ട് ബി ഡ്രങ്ക് എന്നുള്ള. ആ പാഠത്തിലൊക്കെ പറയുന്നുണ്ട് പലതരത്തിലുള്ള ലഹരികളാണ് അല്ലേ. അപ്പോൾ ഈ ലഹരിയിലൊക്കെ പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനൊരിക്കലും എന്ത് കിട്ടിയാലും മതി വരുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥ. എത്രയൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോഴും അതിലൊരു അതൃപ്തി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ അതർ അനിമൽസ് ഹു ലീവ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റിയൽ. പക്ഷെ ഇത് മനുഷ്യന്മാരുടെ മാത്രം അവസ്ഥയാണ്. എന്ത് കിട്ടിയാലും തൃപ്തി വരാത്തൊരവസ്ഥ മനുഷ്യന്മാരിൽ മാത്രമാണ് കാണുന്നത്. മറ്റു മൃഗങ്ങളിലൊക്കെ അവരുടെയൊക്കെ അത്യാവശ്യത്തിന് പുല്ലും വൈക്കോലൊക്കെ കിട്ടിയാൽ പശു ഹാപ്പിയാണ്. ആർക്കറിയില്ലല്ലോ, അവർ പറയില്ലല്ലോ അല്ലേ. പിന്നെ അതുപോലെ നല്ലൊരു ഇര വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പാമ്പ് ഹാപ്പിയാണ്. എന്താണ്, വേട്ടയാടിയിട്ടൊരു മാനിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സിംഹ ഹാപ്പിയാണ്. പക്ഷെ അവർ വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി മെനക്കെടില്ല. പക്ഷെ മനുഷ്യന് വയറൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന സമയത്തും നല്ല ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണ്ടെങ്കിലും ഒരു പീസ് എടുത്ത് കഴിക്കും അല്ലേ. അതായത് മനുഷ്യൻ്റെ ആർത്തിക്ക് ഒരു അറ്റമില്ല എന്നാണ് പറയുന്നത്. Lacan says this order of real can never be fully expressed by language because our very entry into language in the symbolic order has severed the connection with real. അപ്പോൾ നമ്മുടെ ഭാഷ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അറിയാം, ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങുമ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം സൈക്കിൾ ചോദിക്കുന്ന കുട്ടി കുറച്ച് കഴിഞ്ഞാൽ മോട്ടോർ ബൈക്ക് ചോദിക്കും, പിന്നെ ബസ് വേണമെന്ന് പറയും, പിന്നെ പ്ലെയിൻ ഓടിക്കണം എന്ന് വരെ പറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മനുഷ്യന്മാരുടെ ആഗ്രഹം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അത് വലുതായി ഇരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് ദ ഓർഡർ ഓഫ് ദ റിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ as much as it continues to exert its influence throughout our adult life. നമ്മൾ വലുതാവും തോറും അല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി വന്ന് അതൊരിക്കലും തീരില്ല. ഇനി വയസ്സായൊരു വല്യമ്മാട് പറയും എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന ആൾ പേരക്കുട്ടിയുടെ കുട്ടീനെ കണ്ടിട്ട് മരിച്ചാൽ മതി എന്നൊക്കെ പറയും അല്ലേ. കാരണം ഒരിക്കലും ആഗ്രഹങ്ങൾ തീരുന്നില്ല. ഇറ്റ്സ് റിലേഷൻസ് ടു ദ അതർ ടു ഈസ് ദാറ്റ് ഓഫ് എറ്റേണൽ ടെൻഷൻ. ഈ ഒരു സംഭവം തന്നെയാണ് ഭൗതികമായിട്ടുള്ള സുഖങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭൗതിക സുഖങ്ങൾക്ക് ഒരുപാട് താല്പര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എറ്റേണൽ ടെൻഷൻസ് ഉണ്ടാവണം അല്ലേ. അയ്യോ A+ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും, അങ്ങനത്തെ ഒരുപാട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഉത്കണ്ഠ കാണിക്കാൻ തുടങ്ങും. സിൻസ് ഇറ്റ് ഈസ് ദ റോക്ക് അഗെയിൻസ്റ്റ് വിച്ച് ഓൾ അവർ ഫാൻറ്റസീസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സ് അൾട്ടിമേറ്റ്ലി ഫെയിൽ. ഈ ഒരു സമയത്ത് നമുക്ക് എത്രയൊക്കെ ഫാൻറ്റസീസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഭാഷാപരമായിട്ട് ഒരുപാട് ഉയർന്ന ആളുകൾ പോലും ചില സമയത്ത് ബബടിക്കാറുണ്ട്. കാരണം എന്താണ്, അവസാനം അതെല്ലാം തോറ്റുപോകും. നമ്മുടെ ആഗ്രഹങ്ങളുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കുന്ന എനിക്ക് നാളെ വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആവാനൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ച് ശരീരത്തിനൊക്കെ തളർച്ച വരും അല്ലേ. അവസാനം നമ്മൾ എന്താവും, നമ്മുടെ ലിംഗ്വിസ്റ്റിക് സ്കില്ലും അതുപോലെ ഫാൻറ്റസീസൊക്കെ ഫെയിലായി പോകാനും സാധ്യതയുണ്ട്. ലക്കാനിയൻ തിയറീസ് ഇൻഫ്ലുവൻസ് ലിറ്റററി തിയറി സൈക്കോ അനാലിസിസ് മോർ ദാൻ സൈക്കോ അനാലിസിസ്. Lacanian theories influence literary theory, psychoanalysis, more than psychoanalysis. Lacan says this order of real can neither be fully expressed by language because our... ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോയതാണ്, സോറി. എനിവേ, താങ്ക്സ് ഫോർ ലിസണിങ് മീ.